നമസ്കാരം. ഗുരുവായൂരിലേക്ക് ഒരു ട്രെയിൻ യാത്ര പോയി വന്നാലോ? ചിലവ് ചുരുക്കി സ്റ്റേ ഒന്നുമില്ലാതെ ദർശനം നടത്തി അതേ ദിവസം തന്നെ ട്രെയിനിൽ തിരിച്ചു വരുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഗുരുവായൂർ യാത്ര. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും എനിക്കൊരു ചെറിയ ലൈക്ക് തന്ന് സഹായിക്കണേ. നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് കൊല്ലത്തു നിന്നുമാണ്. ട്രെയിൻ നമ്പർ 16342 ഗുരുവായൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിലാണ് നമ്മുടെ യാത്ര. തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും എല്ലാ ദിവസവും വൈകുന്നേരം 5:30 പുറപ്പെട്ട് ആലപ്പുഴ വഴി ഗുരുവായൂർ വരെ പോകുന്ന ട്രെയിനാണിത്. ഈ ട്രെയിൻ കൊല്ലത്തെത്തുന്ന സമയം വൈകുന്നേരം 6:30 കൊല്ലത്തു നിന്നും ഗുരുവായൂരിലേക്ക് ജനറൽ ടിക്കറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരാൾക്ക് 100 രൂപയായി കേട്ടോ. കൂടുതലും ജനറൽ കമ്പാർട്ട്മെൻറ്റുകളുള്ള സ്ലീപ്പറോ AC കോച്ചസോ ഇല്ലാത്ത ഒരു ട്രെയിനാണ്. കൂടാതെ ഈ ട്രെയിനിൽ സെക്കൻഡ് സിറ്റിങ്ങും AC ചെയർ കാറും ഉണ്ട് കേട്ടോ. സ്ലീപ്പർ കോച്ച്, തേർഡ് AC, സെക്കൻഡ് AC പോലത്തുള്ള AC കോച്ചസ് ഒന്നും ഈ ട്രെയിനിലില്ല. ട്രെയിൻ അർദ്ധരാത്രി 12:30 ഗുരുവായൂരിലേക്ക് എത്തും. ഇവിടുന്ന് വെറും 1 കിലോമീറ്റർ അകത്തേ ഉള്ളൂ ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. നടന്നു പോകാൻ പറ്റുന്നവർക്ക് ഈസിയായി പോകാം. ഇനി ഓട്ടോയ്ക്കാണെങ്കിൽ പല ചാർജുകൾ അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് ചോദിച്ചിട്ട് ഓട്ടോയിൽ കയറുക. നമ്മൾ 5 മിനിറ്റ് കൊണ്ട് നടന്നതേ കിഴക്കേ നടയുടെ മുൻപിലെത്തി. ഇനി ഇവിടുന്ന് ഇടത്തോട്ടൊരു 300 മീറ്റർ നടന്നാൽ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയുടെ ഒരു ഡോർമിറ്ററി ഉണ്ട്. നല്ല ക്ലീനാണ്, കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ലേഡീസിനും ജെൻസിനും ഇവിടെ കുളിക്കാനും ഡ്രസ്സ് മാറാനും ഒക്കെ നല്ല സൗകര്യമാണ്. മണിക്കൂറിന് 50 രൂപയാണ് ചാർജ്. അവിടെ കയറി ഒന്ന് ഫ്രഷായി സെറ്റായതിനു ശേഷം നേരെ കിഴക്കേ നട വഴി ക്ഷേത്രത്തിനടുത്തെത്തി തൊട്ടടുത്തുള്ള ക്ലോക്ക് റൂമിൽ നമ്മുടെ ബാഗും ഫോണും കൊണ്ടുവച്ചു. രണ്ടിനും കൂടി 20 രൂപയാണ് ക്ലോക്ക് റൂമിലായ ചാർജ്. എന്നിട്ട് നമ്മൾ നേരെ ഫ്രീ ദർശനത്തിനായിട്ടുള്ള ക്യൂവിൽ പോയി നിന്നു. സമയം അപ്പോൾ അർദ്ധരാത്രി 1:30 ആയിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ദർശന സമയം പുലർച്ചെ 3 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 9 മണി വരെയുമാണ്. മനസ്സിന് വല്ലാത്തൊരു ഭാരവും പേടിയും തോന്നുമ്പോൾ നമ്മൾ ഓടിയെത്തുന്ന ഒരിടമാണ് ഗുരുവായൂരപ്പൻ്റെ സന്നിധി. വരി നിൽക്കുമ്പോഴുള്ള തിരക്കും ആ മുഷിപ്പും ഒക്കെ കഴിഞ്ഞ് ആ നാലമ്പലത്തിന് മുന്നിലെത്തുമ്പോൾ ആ ചിരിക്കുന്ന മുഖം ഒന്ന് കാണുമ്പോൾ ഉള്ളിലൊരു കുളിർമയാണ്. അതെ, ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞുമാറി മനസ്സിന് ശാന്തി തേടിയുള്ള യാത്ര. കാതുകളിൽ നാരായണ മന്ത്രവും കണ്ണുകളിൽ ആ നീലവർണ്ണൻ്റെ പുഞ്ചിരിയും മാത്രം. ജീവിതത്തിൽ എത്ര പ്രതിസന്ധികൾ വന്നാലും ഇവിടം നൽകുന്ന ഒരു പോസിറ്റീവ് എനർജി അത് വേറെ തന്നെയാണ്. ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഭാരതത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ കൃഷ്ണക്ഷേത്രമാണ്. ഭൂലോക വൈകുണ്ഠമെന്നാണ് ഈ പുണ്യഭൂമി അറിയപ്പെടുന്നത്. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണ രൂപത്തിലുള്ള പ്രതിഷ്ഠയാണിവിടെ. പാതാള ആഞ്ജനശിലയിൽ തീർത്ത ഈ വിഗ്രഹത്തിൽ ചതുർബാഹുവായ വിഷ്ണു ഭഗവാൻ ശംഖ്, ചക്രം, ഗദ, താമര എന്നിവ ധരിച്ചിരിക്കുന്നു. ഭഗവാൻ കൃഷ്ണൻ ജനിച്ച സമയത്ത് വസുദേവർക്കും ദേവകിക്കും ദർശനം നൽകിയ അതേ രൂപമാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിൽ ദ്വാരക കടലിൽ മുങ്ങിപ്പോകാൻ തുടങ്ങിയപ്പോൾ ബൃഹസ്പതിയും വായുദേവനും കൂടി ആ മഹാവിഷ്ണു വിഗ്രഹം സംരക്ഷിക്കാനായി കൊണ്ടുവന്നു. അവർ കേരളത്തിലെത്തിയപ്പോൾ ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയും സാന്നിധ്യമുള്ള ഈ സ്ഥലം കണ്ടെത്തുകയും പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. അങ്ങനെ ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയ ഇടമായതുകൊണ്ട് ഇവിടം ഗുരുവായൂർ എന്നറിയപ്പെട്ടു. ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകളെപ്പറ്റി പറയുകയാണെങ്കിൽ നിർമ്മാല്യ ദർശനം. പുലർച്ചെ 3 മണിക്ക് ഭഗവാനെ പള്ളി ഉണർത്തുന്ന ഈ ചടങ്ങ് കാണാൻ വലിയ തിരക്കായിരിക്കും. തുലാഭാരം മറ്റൊരു പ്രധാന ചടങ്ങാണ് കേട്ടോ. സ്വന്തം ശരീരഭാരത്തിന് തുല്യമായി വഴിപാടുകൾ സമർപ്പിക്കുന്ന പ്രധാന ചടങ്ങാണത്. പഴം, ശർക്കര, താമരപ്പൂ തുടങ്ങിയവയൊക്കെ കൊണ്ട് തുലാഭാരം നടത്തും. പ്രസാദഊട്ട്, ഭഗവാന്റെ പ്രസാദമായി നൽകുന്ന ഉച്ചഭക്ഷണം വളരെ പ്രസിദ്ധമാണ്. ക്ഷേത്രത്തിന് സമീപം തന്നെ സ്ഥിതി ചെയ്യുന്ന ആനക്കോട്ട ലോക പ്രശസ്തമാണ്. ഭഗവാന് കാഴ്ചയായി ലഭിച്ച 50ഓളം ആനകളെ ഇവിടെ സംരക്ഷിക്കുന്നു. ഗജരത്നം ഗുരുവായൂർ കേശവന്റെ കഥയില്ലാതെ ഗുരുവായൂർ ചരിത്രം പൂർണ്ണമാകില്ല. രാവിലെ 3 മണിയായപ്പോൾ ക്ഷേത്രം തുറന്നു. നമ്മൾ ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ വെളുപ്പിനെ 4:45 കഴിഞ്ഞു. നന്നായി തന്നെ ദർശനം ലഭിച്ചു. ഇനി ഇവിടുന്ന് നടന്നു പോകേണ്ട ദൂരമേ ഉള്ളൂ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിലേക്ക്. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് വരുമ്പോൾ മമ്മിയൂർ മഹാദേവ ദർശനം കൂടി നടത്തിയാലേ ഗുരുവായൂർ ദർശനം സമ്പൂർണ്ണമാകൂ. അങ്ങനെ മമ്മിയൂരെത്തി മഹാദേവന്റെ സന്നിധിയിൽ ദർശനം നടത്തി കുറച്ചധിക നേരം അവിടെ ഇരുന്ന് നേരെ തിരിച്ച് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള പാർത്ഥസാരഥി ക്ഷേത്രത്തിലും ദർശനം നടത്തി. ഗുരുവായൂർ സ്റ്റേഷനിലെത്തിയപ്പോൾ സമയം രാവിലെ 6:45 കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടുന്ന് ട്രെയിൻ നമ്പർ 56313 ഗുരുവായൂർ എറണാകുളം പാസഞ്ചറിൽ യാത്ര ചെയ്ത് തൃശ്ശൂർ പോവുകയാണ് വടക്കുംനാഥ ക്ഷേത്ര ദർശനത്തിനായിട്ട്. ഈ ട്രെയിൻ എല്ലാ ദിവസവും രാവിലെ 6:50 ഗുരുവായൂരിൽ നിന്നും ആരംഭിച്ച് രാവിലെ 9:25 എറണാകുളം എത്തുന്ന ട്രെയിനാണ്. ഈ ട്രെയിൻ രാവിലെ ഒരു 7:15 കഴിയുമ്പോൾ നമ്മുടെ തൃശ്ശൂരിലേക്ക് എത്തുന്നു കേട്ടോ.
ഗുരുവായൂരിൽ നിന്നും തൃശ്ശൂരേക്ക് നമ്മൾ യാത്ര ചെയ്ത ഈ പാസഞ്ചർ ട്രെയിനിൽ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വെറും 10 രൂപയാണ്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി പുറത്തിറങ്ങി ഒരു 30 രൂപ ഓട്ടോയ്ക്ക് കൊടുത്ത് നേരെ നമ്മൾ വടക്കുംനാഥ ക്ഷേത്രത്തിലെത്തി. അതെ, വടക്കുംനാഥൻ്റെ സന്നിധിയിൽ. വടക്കുംനാഥ ക്ഷേത്രമുണ്ടായ കഥ അറിയുമോ നിങ്ങൾക്ക്? ഒരു ദിവസം കൈലാസത്തിലെത്തിയ ഭഗവാൻ പരശുരാമൻ താൻ പുതിയതായി മഴുയെറിഞ്ഞ് നിർമ്മിച്ച കേരളത്തെക്കുറിച്ച് ശിവഭഗവാനോട് സംസാരിക്കുകയും അവിടെ വാണരുളണമെന്ന് അഭ്യർത്ഥിക്കുകയും മഹാദേവൻ അത് സമ്മതിക്കുകയും ചെയ്തു. കൈലാസവാസികൾ എല്ലാവരും കൂടി ഭൂമിയിലേക്ക് പുറപ്പെട്ടു. പെട്ടെന്നൊരു സ്ഥലത്ത് വെച്ചൊരു ഉഗ്ര തേജസ് കണ്ട് ഭഗവാൻ പരശുരാമൻ പ്രതിഷ്ഠയ്ക്ക് ഏറ്റവും ഉചിതമായ സ്ഥലം ഇത് തന്നെ എന്ന് മനസ്സിലാക്കി. ഉടനെ തന്നെ അദ്ദേഹം ശിവഭഗവാനോട് അവിടെ കുടികൊള്ളണമെന്ന് അഭ്യർത്ഥിച്ചു. ആ സമയത്ത് അവിടെ പ്രത്യക്ഷപ്പെട്ട ഭഗവാൻ മഹാവിഷ്ണുവിനോട് തൻ്റെ തെക്കുഭാഗത്ത് ഇരിക്കാൻ പറഞ്ഞ് ശിവഭഗവാൻ സ്വയം ഒരു ജ്യോതിർലിംഗമായി മാറി വടക്കുഭാഗത്ത് കുടികൊണ്ടു. അങ്ങനെയാണ് പ്രതിഷ്ഠയ്ക്ക് വടക്കും നാഥൻ എന്ന പേര് വന്നത്. ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഒരു ആൽമരത്തിൻ്റെ തറയിലാണ് ഇത് സംഭവിച്ചത് എന്ന് പറയപ്പെടുന്നു. ഇന്നിവിടം ശ്രീമൂല സ്ഥാനം എന്ന് അറിയപ്പെടുന്നു കേട്ടോ. ശിവലിംഗം നേരിട്ട് ദർശിക്കാൻ സാധിക്കാത്ത ഏക ക്ഷേത്രമാണ് കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂരിൽ ശിവഭഗവാന് സമർപ്പിച്ചിരിക്കുന്ന പുരാതന ക്ഷേത്രമായ ഹിന്ദു ക്ഷേത്രമായ വടക്കുംനാഥ ക്ഷേത്രം. പാർവതീ സമേതനായി കൈലാസത്തിൽ അമരുന്ന സദാശിവൻ എന്നതാണ് പ്രതിഷ്ഠാ സങ്കല്പം. പരബ്രഹ്മ സങ്കല്പവുമുണ്ട്. മറ്റു ശിവക്ഷേത്രത്തെ പോലെ ഇവിടെയും ശിവലിംഗമാണ് പ്രതിഷ്ഠ. എന്നാൽ ദിവസേന നടക്കുന്ന നെയ്യഭിഷേകം കാരണം നമുക്ക് ശിവലിംഗം നേരിട്ട് ദർശിക്കാനായി സാധിക്കില്ല. അഭിഷേകം ചെയ്തതിനു ശേഷം നെയ് നീക്കം ചെയ്യില്ല എന്നുള്ളതാണ് ഇതിനുള്ള കാരണം. കേരളത്തിലെ എല്ലാ പൂരങ്ങളുടെയും അമ്മ എന്നാണ് തൃശ്ശൂർ പൂരം അറിയുന്നത്. പൂരങ്ങളുടെ പൂരം എന്ന് വിളിക്കുന്നു. അങ്ങനെ വടക്കുംനാഥൻ്റെ സന്നിധിയിലെത്തി നല്ലൊരു ദർശനവും കിട്ടി. കുറേയധികം നേരം ക്ഷേത്രത്തിൽ ചിലവഴിച്ചതിന് ശേഷം ഫുഡും കഴിച്ച് നമ്മൾ തൃശ്ശൂർ സ്റ്റേഷനിൽ തിരിച്ചെത്തി. അപ്പോഴേക്കും സമയം രാവിലെ ഒരു 10:30 കഴിഞ്ഞു കേട്ടോ. ഇനി ഇവിടുന്ന് ട്രെയിൻ നമ്പർ 166-49 പരശുറാം എക്സ്പ്രസ്സിലാണ് നമ്മുടെ യാത്ര. എല്ലാ ദിവസവും മാംഗ്ലൂർ സെൻട്രലിൽ നിന്നും വെളുപ്പിനെ 5 മണിക്ക് ആരംഭിച്ച് കോട്ടയം വഴി കന്യാകുമാരി വരെ പോകുന്ന ട്രെയിനാണിത്. ഈ ട്രെയിൻ തൃശ്ശൂർ ഒരു 11:30 കഴിയുമ്പോൾ എത്തും. തൃശ്ശൂരിൽ നിന്ന് കൊല്ലത്തേക്ക് ജനറലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. കൂടുതലും ജനറൽ കമ്പാർട്ട്മെൻറ്റുള്ള ഒരു ട്രെയിനാണ് പരശുറാം എക്സ്പ്രസ്. ഒരാൾക്ക് 95 രൂപയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ് തൃശ്ശൂരിൽ നിന്ന് കൊല്ലം വരെ. ട്രെയിൻ വൈകുന്നേരം ഒരു 5:30 ആകുമ്പോഴത്തേക്കും കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തും. അങ്ങനെ നമ്മുടെ ഈ ഒരു യാത്ര അവസാനിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ദർശനം നടത്തിയത് ഗുരുവായൂർ ക്ഷേത്ര ദർശനം, മമ്മിയൂർ ഭഗവാന്റെ ദർശനം, അത് കഴിഞ്ഞ് പാർത്ഥസാരഥിയുടെ ദർശനം, അത് കഴിഞ്ഞ് വടക്കും നാഥൻ്റെ ദർശനം. അങ്ങനെ 4 ക്ഷേത്ര ദർശനവും നടത്തി സമ്പൂർണ്ണമായതിനു ശേഷമാണ് നമ്മൾ തിരിച്ച് എൻ്റെ നാടായ കൊല്ലത്തേക്ക് തിരിച്ചെത്തിയത്. മറ്റൊരു കാര്യം കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ്. ഭാരതത്തിലെ ഏറ്റവും പുണ്യപുരാതനമായ ക്ഷേത്രങ്ങളിലൊന്നായ ഗുരുവായൂരിലേക്ക് നമ്മൾ ഓരോരുത്തരും പോകാൻ ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും വിചാരിച്ച സമയത്ത് നമുക്കവിടെ എത്താനോ ഭഗവാനെ ഒന്ന് കാണാനോ സാധിക്കാറില്ല. ഭഗവാന്റെ വിളി വരാതെ ഗുരുവായൂരിൽ പോകാൻ കഴിയില്ല എന്ന് പഴമക്കാർ പറയുന്നത് വെറുതെയല്ല. അഹങ്കാരമില്ലാതെ തികഞ്ഞ ഭക്തിയോടെ കാത്തു നിൽക്കുന്നവൻ്റെ മുന്നിൽ മാത്രമേ ആ മായക്കണ്ണൻ പ്രത്യക്ഷപ്പെടാറുള്ളൂ. ഗുരുവായൂരപ്പനെ ദർശിക്കാൻ എത്തുമ്പോൾ വെറുതെ വരി നിൽക്കുകയല്ല വേണ്ടത്. മനസ്സിനെ ശുദ്ധമാക്കി നാമജപത്തോടെ വേണം കാത്തു നിൽക്കാൻ. പുലർച്ചെയുള്ള നിർമ്മാല്യ ദർശനം തൊട്ട് രാത്രിയിലെ തൃപ്പുക വരെ ഓരോ ചടങ്ങും ഓരോ അനുഭവമാണ്. വാകച്ചാർത്തിൽ ഉണ്ണിക്കണ്ണൻ്റെ ആ വിശ്വരൂപം കാണുമ്പോൾ കിട്ടുന്ന സമാധാനം വാക്കുകൾക്കും അപ്പുറമാണ്. കുടപ്പള്ളി നമ്പൂതിരിമാരുടെ പൂജയും മേൽപ്പത്തൂരിൻ്റെ നാരായണീയവും പൂന്താനത്തിൻ്റെ ഭക്തിയും നിറഞ്ഞ ഈ മണ്ണിൽ നിൽക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ മറന്നുപോകും. വഴിപാടുകൾ നേരുന്നതിനേക്കാൾ വലിയ വഴിപാട് കണ്ണനെ ഒന്ന് കൺകുളിർക്കെ കാണുക എന്നതാണ്. ദർശനം കഴിഞ്ഞിറങ്ങുമ്പോൾ മഞ്ജുളാലിൻ്റെ തണലിൽ അല്പനേരം ഇരുന്ന് ആ പഴയ ചരിത്രങ്ങളും ആനക്കോട്ടയിലെ വിശേഷങ്ങളും ഓർക്കുന്നത് മനസ്സിലെന്നും മായാത്ത ഒരു ഓർമ്മയായിരിക്കും. എത്ര തിരക്കുണ്ടെങ്കിലും എത്ര വൈകിയാലും ആ സന്നിധിയിൽ ഒരിക്കലെങ്കിലും എത്തിപ്പെടുന്നത് വലിയൊരു നിയോഗമാണ്. നിങ്ങളും ആ വിളിക്ക് വേണ്ടി കാത്തിരിക്കുക. ഉറപ്പായും ആ കണ്ണൻ നിങ്ങളെ വിളിച്ചിരിക്കും. നമ്മൾ എത്ര പ്ലാൻ ചെയ്താലും എത്ര ഒരുങ്ങിയാലും ആ ഭഗവാൻ വിചാരിക്കാതെ ആ നാലമ്പലത്തിനുള്ളിലേക്ക് ഒരു ചുവട് പോലും വെക്കാൻ നമുക്ക് കഴിയില്ല എന്നതാണ് സത്യം. ചിലപ്പോൾ നമ്മൾ ദർശനത്തിന് തൊട്ടടുത്ത് വരെ എത്തും. പക്ഷേ എന്തെങ്കിലും ഒരു കാരണത്താൽ ആ ദർശനം മുടങ്ങിപ്പോകും. എന്നാൽ മറ്റു ചിലപ്പോൾ ഒരു പ്രതീക്ഷയും ഇല്ലാതെ ഇരിക്കുമ്പോൾ എവിടെ നിന്നില്ലാത്തൊരു വിളി വരികയും നമ്മൾ ആ കണ്ണൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുകയും ചെയ്യും. ഓരോ ഭക്തൻ്റെയും ജീവിതത്തിൽ ഗുരുവായൂരപ്പൻ നൽകുന്ന പരീക്ഷണങ്ങൾ ഇങ്ങനെയൊക്കെയാണ്.
നമ്മുടെ ക്ഷമയെയും ഭക്തിയെയും അളക്കുന്ന ആ കാത്തിരിപ്പിനൊടുവിൽ സോപാനത്തിനു മുന്നിൽ ആ ചതുർബാഹു രൂപം തെളിഞ്ഞു വരുമ്പോൾ അതുവരെ സഹിച്ച വെയിലും തിരക്കും കാത്തുനിൽപ്പുമെല്ലാം ഒരു നിമിഷം കൊണ്ട് നമ്മൾ മറന്നുപോകും. സൗപർണികയിലെ സ്നാനം കഴിഞ്ഞ് മൂകാംബിക അമ്മയെ തൊഴുതു നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ആത്മീയമായ കുളിർമ പോലെ തന്നെയാണ് പുലർച്ചെ വാകച്ചാർത്ത് കഴിഞ്ഞു നിൽക്കുന്ന കണ്ണനെ കാണുമ്പോഴുള്ള ആ ഒരു അനുഭവം. അത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റാത്ത ഒന്നാണ്. പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് മാത്രം ദർശനം കിട്ടാത്തതെന്ന്. അതിനുള്ള ഉത്തരം ലളിതമാണ്. നമ്മുടെ മനസ്സ് എപ്പോൾ പൂർണ്ണമായും ഭഗവാനിലേക്ക് അർപ്പിക്കപ്പെടുന്നുവോ, എപ്പോൾ നമ്മൾ ആ തിരക്കിനെയും തടസ്സങ്ങളെയും പുഞ്ചിരിയോടെ നേരിടാൻ പഠിക്കുന്നുവോ, അന്ന് ആ വാതിലുകൾ നമുക്ക് മുന്നിൽ തുറക്കപ്പെടും. അതുകൊണ്ട് ദർശനം വൈകുന്നു എന്ന് കരുതി ആരും വിഷമിക്കേണ്ടതില്ല. പ്രാർത്ഥനയിൽ സത്യസന്ധതയുണ്ടെങ്കിൽ, ഉള്ളിൽ ആ ഉണ്ണിക്കണ്ണനോടുള്ള സ്നേഹം കുന്നോളമുണ്ടെങ്കിൽ, വൈകിയാണെങ്കിലും ആ വിളി നമ്മളെ തേടി വരും. ആ നിമിഷം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിയോഗമായി മാറുകയും ചെയ്യും. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, ഈ വീഡിയോ ചെന്ന് എത്തിപ്പെടാൻ സാധിക്കാത്തവർക്കും ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലെത്തി ഗുരുവായൂരപ്പൻ്റെ പൂർണ്ണാനുഗ്രഹവും ദർശനവും കിട്ടാനുള്ള ഭാഗ്യവും, മമ്മിയൂർ മഹാദേവൻ്റെ സന്നിധിയിലെത്തി മഹാദേവ ഭഗവാന്റെ അനുഗ്രഹവും ദർശനവും കിട്ടാനുള്ള ഭാഗ്യവും, പാർത്ഥസാരഥി ഭഗവാന്റെ സന്നിധിയിലെത്തി പാർത്ഥസാരഥി ഭഗവാന്റെ അനുഗ്രഹവും ദർശനവും കിട്ടാനുള്ള ഭാഗ്യവും, വടക്കും നാഥൻ്റെ മണ്ണിലെത്തി ഭഗവാൻ മഹാദേവൻ്റെ അനുഗ്രഹവും ദർശനവും കിട്ടാനുള്ള ഭാഗ്യവും എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവട്ടെ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമ ശിവായ. നമ പാർവതി പതയേ ഹർ ഹർ മഹാദേവ്. മറ്റൊരു യാത്രയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗർ വൈൻഡിങ് അപ്പ്. ബൈ 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 ബൈ.